ഒറിജിനൽ ബോധധർമ്മം. ഓ ഷോർട്ട് ഫ്രെയിം ബീജിയം മറ്റേ ബീജിയം ബോധധർമ്മ ബീജിയം. ഗൂസ് ബംസ്. ഇതാണ് ഗൂസ് ബംസ്. ഹായ്, ഞാൻ ചേച്ചിയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂര്യന്റെ 7ാം വരി മൂവിയിലെ ഏകദേശം എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിനോട് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് സംഭവം. ഫൈറ്റ് വരില്ല എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 സീനായിട്ട് നമ്മൾ ശരിക്കും ഉറ്റുനോക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവർ തമ്മിലൊരു കട്ട ഫൈറ്റ് ആണ്. പക്ഷെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതായത് ഡോങ്ക്ലി വേഴ്സസ് അരവിന്ദ് അല്ലെങ്കിൽ ബോധിധർമ്മൻ വേഴ്സസ് ഡോങ്ക്ലി, അങ്ങനെയും പറയാലോ. ആ ഒരു സംഭവത്തിന് അങ്ങനെ പറയും. അല്ല ഇതിനകത്ത് അത് പറഞ്ഞൂടെ, കാരണം ഇപ്പൊ അതല്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പൊ ആ ഒരു സംഭവം. പക്ഷേ ഡോങ്ക്ലി ഇങ്ങനെ ഒരാൾ തന്നെ കൊന്നു വന്നോണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഈ പ്രൊഫസറെ കൊന്നല്ലേ ഇപ്പൊ. അപ്പൊ അടുത്തത് ഇനി അടുത്ത് എന്തായാലും മാലതി ആയിരിക്കുമല്ലോ. മാലതി ഏകദേശം ഓൾറെഡി കിട്ടിയല്ലോ സാധനം. നമുക്ക് എന്തായാലും നോക്കാം. അടുത്ത സീനിലോട്ട് പോകാം. തുടങ്ങിയാലോ? എങ്ങനെയെങ്കിലും അവിടെ വളഞ്ഞോറാൻ നോക്കുമല്ലോ. യെസ്, എങ്ങനെയെങ്കിലും അവിടെ എത്താൻ നോക്കും. സ്റ്റാർട്ട് ചെയ്യാം. മണിയാകുമോ? ഓ മറ്റേത് കൺട്രോൾ ചെയ്ത് വെച്ചേക്കായിരുന്നു. കണ്ണ് ഹിപ്നോട്ടൈസ് ചെയ്തു. എല്ലാം തത്ത പറയുന്നതാണ് നമ്മൾ. മറ്റേ ബാക്കിയൊക്കെ പറയല്ലോ. Good plan. You can't find them through me. Because even I don't know where they are. It's time for Bodhidharma. You can't escape from him. It's time for Bodhidharma. Tell him I said good luck. മറ്റേ സാധനം നമ്മള് പുലിമുരുകല്ലേ കണ്ടില്ലായിരുന്നു? ആ സ്ഥാനത്തോട്ട് വരുന്ന ഒരു വല്ലാത്തൊരു സാധനല്ലേ? മറ്റേ സാധനല്ലേ ഇങ്ങനെ നേരെ തറച്ചങ്ങ് കേറി പോവും. ഫോൺ സൂപ്പർ. ഓ അടുത്ത മരുന്നുകൾ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത്. ഇമ്രാൻ. അയ്യോ എല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞു കൊടുക്കപ്പോ. ഇയാൾക്ക് ലൊക്കേഷൻ അറിയാലോ ഇമ്രാന്. അവിടെയുള്ള ആൾക്കാർ is calling. Malati list la irukadella correct ah check panni adukya. Genetic Engineering Lab, Malati Wing, East Newton Circle, IIT Campus, Adyar. Imran, Malati phone okite eppadi vanduchu? Malati enga irukka? Hello, address edukku solliட்டு irukka ipo? I'll get you this time. Oh, nallada koduthu. If you hate India, if you have the guts, come and find the Indian army. Don't go around killing innocent people like a coward. Arvind is going to kill you. You can't escape from. കവടായിട്ട് വരരുതെന്നല്ലേ ഫൈറ്റ് ആർമിയിലൂടെ. അത് പറ്റാത്തോണ്ടല്ലേ ഇങ്ങനെ വന്നേക്കണേ. Imran. ഓ അങ്ങനെ പോകുന്നു. Imran. കുറച്ചൊരു പാവം ക്യാരക്ടറല്ലേ ഫേസ്. അവിടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തെങ്കിലും കാണിക്കട്ടെ. അത് കൺട്രോൾ ഓ എയറിൽ കണ്ടില്ല. അത് ക്ലൈമാക്സിനോട് അടുക്കുന്നല്ലോ. അത് അങ്ങനെ കാണിക്കുന്ന കുറച്ചും ഡോഗ്ലിനല്ലേ? ഓ സ്ഥലം കണ്ടെടുത്തില്ലേ? ഇനിയിപ്പോ ഡയറക്റ്റ് പോവാലോ. കൊന്നു പോവാണ്. Subha, we need to go. இப்ப ஆராய்ச்சி கண்டினியூ பண்ண முடியாது. அவன் இங்க தான் வந்துட்டு இருக்கான். இன்னைக்கு தான் கடைசி நாள். உயிருக்கு பயந்து ஓட சொல்றியா நீ? லாஸ்ட் டே ആണ്. இல்ல சுபா, நம்ம உயிரோட இப்ப அரவிந்த் உயிர் முக்கியம். போதிதர்மனோட டிஎன்ஏ முக்கியம். நாம இல்ல நாளை 50 வருஷம் கழிச்சு இந்த ஆராய்ச்சி வேற யாராவது பண்ணுவாங்க.
ஆனா அதுக்கு அரவிந்த் இருக்கணும் അല്ലേ? ஆனா அரவிந்த் எங்க கொண்டு போறது? அவ உடம்புல வெயிட் பண்ணக்கூடாது. நம்ம எல்லாரும் செத்தாவது அரவிந்த் உயிரை காப்பாத்தணும். വാ. അവരെന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്ന കേട്ടോ. മാക്സിമം എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട്. ഇന്നാണല്ലേ അവസാന ദിവസം. ഇതിനിപ്പോ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഇതിലാണ് ആള് സങ്കടപ്പെട്ട് കയറണത്. ഏകദേശം വരുന്നുണ്ടല്ലോ. ബീജം തൊട്ടൂടെ. അതിനാണ് ഡാർക്ക് ആക്കിയത്, പെട്ടെന്ന് കാണാണ്ടിരിക്കും. ഇമാജിനേഷൻ. ഇവിടെ ബീജിയം ക്ലാസ് ചെയ്യല്ലേ കുറച്ചുകൂടി. മാറ്റി അവിടെ മാറ്റിയല്ലേ? മാറ്റിയല്ലോ. അവിടെ ഇല്ലേ? അവിടുന്ന് മാറ്റിയോ? ഇനി അത്രയും സമയം വേണ്ടു. ഇന്ററപ്റ്റഡ്. മാറ്റി മാറ്റി മാറ്റി. കാരണം രക്ഷിക്കണമെന്നല്ല പറഞ്ഞ, എങ്ങനെയെങ്കിലും. എത്ര മണിക്കൂറുണ്ടായിരുന്നു ബാക്കി? ചെറിയ ചാടി വന്നോടെ ഇത്. നമ്മളെ അവതാറിലില്ല ഇങ്ങനത്തെ ഒരു സാധനം മൂവിയില്. നീ ഇങ്ങനെ ഉള്ളൊന്നിങ്ങനെ പ്രോസസ് ചെയ്യുന്നതിന്റെ. ഓ വെളിച്ചം കാണാണ്ട് പെട്ടെന്ന് വെളിച്ചം. ആ ഒരു ക്ലൈമാക്സ് ആയിട്ട് അങ്ങനെ വെക്കാണ് ഫൈറ്റിന് വേണ്ടിട്ട് അല്ലേ? അവൾ കുറച്ച് ദിവസമല്ലേ പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു ഈ ഒരു സംഭവത്തിന് വേണ്ടിട്ടാണ്. ഇവിടെ ഒരു പീറ്റർ ഹൈൻ എഫക്ട് അടിക്കുന്നില്ലേ? കാടും ഫൈറ്റും ഫൈറ്റ് എല്ലാം കൂടി വരുന്ന സമയത്ത് നമ്മളെ പുലിപുലികളെല്ലാം കണ്ട പോലെ. പക്ഷെ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓ അടിയുടെ പവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഇവിടെ ഇങ്ങനെ പോണത് അതല്ല, ചുണ്ട് പോകുന്നുണ്ടായിരുന്നു. മറ്റാണ് അവിടെ. ആൾക്കാണോ നല്ല പണി കിട്ടിയനി? മറ്റേ വണ്ടി ഓടിച്ചാണല്ലേ മുന്നിലുള്ള ആളല്ലേ? എന്തൊക്കെയോ ഓർമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓർമ്മ എന്തോപോലെ മറ്റേ ഓർമ്മകളൊക്കെ കാണിച്ചായിരുന്നു. മനസ്സിലായോ? കണ്ട് അല്ലേ? തല്ലി ഉള്ളിലുള്ള ആളെ കൊണ്ടിരുന്നു. തടഞ്ഞ് തടഞ്ഞ് മറ്റേത് കൈക്ക് ഇതുകൊണ്ട് നല്ല പവർ ഫാസ്റ്റ് കാണിക്കുന്നുണ്ടോ? സ്പീഡ് ആള് ഭയങ്കര സ്പീഡായിരിക്കില്ല. പറ്റണില്ല. തിരിഞ്ഞു നേരെ ആള് ഇതിന്റെ വലിയ അഭ്യാസങ്ങൾ കാണിച്ചാടുന്നില്ല. പണ്ടത്തെ ആള് നമ്മള് ഫസ്റ്റ് കാണിച്ചെന്നില്ല ആ സാധനം എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുള്ള ഒറിജിനൽ ബോധം. ഓ ഷോർട്ട് ഫ്രെയിം ബീജം മറ്റേ ബീജം ബോധർമ്മ ബീജം ഗൂസ് ബംസ്. ഇതാണ് ഗൂസ് ബംസ്. മറ്റേ
കണ്ണ് വീഴ്ചല്ലോ സൂര്യണ്ണന്റെ അല്ലേ? ഇത് കോടാലിച്ച് വട്ടം മനസ്സിലാക്കി മറ്റേ അവര് ഇതൊക്കെ പറ്റി കളിക്കില്ലേ? അതാണ് അത് പിടിച്ച് ബലം കാണിക്കുന്നവിടെ തിരിച്ച് പൊട്ടിക്കുന്നു. തിരിച്ചിട്ട് മറ്റേ തുണിയൊക്കെ പിഴിയണല്ലേ? അവിടെ നമ്മളെ കാണിച്ചു തരാം. ഓ മറ്റേ സാധനം ഉള്ള ഏറാണ് കണ്ടോ? പക്ഷെ ഒത്ത വില്ലനല്ലേ? ഓ മറ്റു സാധനങ്ങളൊക്കെ പിടിക്കാൻ തിരിക്കുന്നേക്കല്ലേ? അതും അവസാനത്തോട്ട് ശരിക്കും സൂര്യണ്ണന്റെ വേഷം കണ്ടോ? വേറെ എന്തോ വേഷത്തിലാണല്ലോ. അവിടെയാണ് റിയലിസ്റ്റ് കേൾക്കുന്നത്. ഡ്രസ് ഒന്നും മാറണ്ട്. ബോധിധർമ്മന്റെ കാണിച്ച സമയത്ത് വേറെ ആ മാറ്റം നോക്കിട്ടോ നന്നായിട്ട്. രണ്ട് ക്യാരക്ടറിനും മറ്റേ സാധനം മറ്റേ ബോധധർമ്മം ചെയ്യുന്ന സാധനം മറ്റേ ഫുള്ള് ഫസ്റ്റ് കാണിച്ചത് ഫസ്റ്റ് കാണിച്ച സാധനം. മറ്റേ കറക്കണല്ലേ? ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നു അല്ലേ? ആയുധധികം വേണ്ട. കിട്ടിയല്ലോ ഉള്ള കമ്പും പോലെയൊക്കെ പോയി. ബീജം ആ ബീജം നന്നായിരുന്നു. മറ്റേ ഒറിജിനൽ സൗണ്ട് വന്നു മറ്റേ ഏകദേശം ഇത്ര നേരം കാണിക്കാത്ത ഫൈറ്റ് അവസാനം കുറെ നേരം മറ്റേത് മുകളിലോട്ട് പോകണം. ഓ മറ്റേ മെയ്വഴൊക്കെ കേട്ടോ ഡോങ്ലി രണ്ടുപേരുടെയും പക്ക കാണിച്ചു. ഞാൻ സൂര്യനെ ഇതിനു വേണ്ടിട്ടായിരിക്കില്ല പഠിച്ചതൊക്കെ. ആവശ്യത്തിന് തലക്കിട്ട് കൊടുത്തു. ഈ ബീജമാണ് ഭയങ്കര ഗൂസ്ബംസ്. ഈ പി പി വിളി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബോധധർമ്മന്റെ സാധനം. അതിന് ആറ്റിറ്റ്യൂഡും പിടിച്ചോണ്ടോ മാക്സിമം ഇപ്പൊ ഒന്നും പറ്റുന്നില്ല. ഏകദേശം ആയി. മറ്റേ മാനതി പറഞ്ഞത് ബോധധർമ്മന്റെ അടുത്ത് തികഞ്ഞൊന്നും നടക്കൂല. Deaths due to the mysterious disease has reduced considerably. This is seen as a miracle considering the fact that the treatment discovered by a circus player, Arvind, the man behind this miracle, is here with us today. You say that we have lost our ancient ways of life and touching. But how do you believe that they would help today's modern society? தொலைஞ்சு போன ஒரு குழந்தைக்கு அம்மா பேரு அப்பா பேரு தான் வீடு எங்க இருக்கு தெரிஞ்சு வச்சுக்கிறது எவ்வளவு முக்கியமோ அவ்வளவு முக்கியம் நம்ம வரலாறு நாம தெரிஞ்சு வச்சுக்கிறது. நம்ம வரலாறு மறந்ததுனாலதான் நம்மளோட அறிவியலையும் மறந்துட்டோம். நம்மளோட வீரமும் பெருமையும் நமக்கு தெரியக்கூடாதுன்னு நம்மள ஆண்ட ஒவ்வொருத்தரும் அதை திட்டம் போட்டு மறைச்சிட்டாங்க. மத மாற்றம், இனமாற்றம், மொழி மாற்றம்னு நமக்கான அடையாளத்தையும் அழிச்சிட்டாங்க. போகி பண்டிகையில வீட்டுல இருக்கிற பழசு கொளுத்தணும்னு பொக்கிஷமான ஓலைச்சுவடிகளை இறக்கி வச்சாங்க. அதை விட கொடுமை தமிழர்களோட வரலாறு கண்டுபிடிப்புகள் ஆயிரக்கணக்கான அபூர்வமான புத்தகங்கள் இருந்த இலங்கை யாழ்ப்பாண லைப்ரரிய முழுசா எரிச்சு சாம்பலாக்கிட்டாங்க. நம்ம வரலாறு தெரிஞ்சுக்கிட்டு அதை தெரியாதவங்களுக்கு சொல்லிக் கொடுங்க. மஞ்சள் உடம்புல பூசிக்கிறதும் தண்ணியில கலந்து தெளிக்கிறதும் சாமின்னு சொல்லிக் கொடுக்காதீங்க. அது சயின்ஸ் சொல்லிக் கொடுங்க. அதை ஆன்டிபயோட்டிக் சொல்லிக் கொடுங்க. அதை படாததுனால தான் மஞ்சளை விளையாத நாட்டுக்கார அதை கண்டுபிடிச்சு நீங்க அதுக்கு பேட்டர்
எக்ஸ்பீரியன்ஸ் வாங்கிட்டான். வீட்டுக்குள்ள கிரிமினலே வராம இருக்கணுங்கிறதுக்காக வாசல்ல சாணம் தெளிச்சு கோலம் போறவங்க சொல்லிக் கொடுங்க. அப்படி சொல்லிக் கொடுக்காம போனதால தான் இப்ப கோலத்தை டைல்ஸ்ல ஸ்டிக்கரா ஒட்டிட்டு இருக்கோம். வீட்டுக்கு வெளியில வேப்ப மரம், முற்றத்துல துளசி செடி, இதெல்லாமே மருத்துவம்னு சொல்லிக் கொடுங்க. நாம எப்படி இருந்தோம்ங்கறத அடுத்த தலைமுறைக்கு சொல்லிக் கொடுத்தா இந்த உலகத்துக்கே நம்ம வழிகாட்டியா இருந்தோம். அதை செய்யாதனால தான் இன்னைக்கு எல்லாத்தையும் இழந்து நாம சின்ன சின்ன நாட்டெல்லாம் அண்ணாந்து பாத்துக்கிட்டு அவங்க பின்னாடி ஓடிட்டு இருக்கோம். அது மட்டும் இல்ல, எக்ஸ்போர்ட் குவாலிட்டி இங்க இருந்து அனுப்புற துணிகள் பழங்கள் மாதிரி அறிவாளி தமிழர்களையும் வெளிநாட்டுக்கு ஏற்றுமதி பண்ணிட்டு இருக்கோம். நாம மறந்தது போதி தர்மரை மட்டும் இல்ல, அவரை மாதிரி ஆயிரம் ஆயிரம் மேதைகளும் யோகிகளும் வாழ்ந்த மண் இது. அவங்க எல்லாருமே உங்க டிஎன்ஏல இன்னும் உயிரோட வாழ்ந்துட்டு இருக்காங்க. நம்ம ரத்தத்துல உயிரோட இருக்காங்க. அவங்கள ஆராய்ச்சியாளத்தை வெளியே கொண்டு வரணுங்கிறது இல்ல, நம்ம முயற்சியாலையும் வெளியே கொண்டு வர முடியும். എല്ലായിടത്തും പറഞ്ഞൊരു സംഭവമാണ്. എന്താ മനസ്സിലായില്ല, അതൊന്നും മനസ്സിലായി. സംഭവം എന്താ പറയാ, എൻഡില് ആ ഒരു ഫൈറ്റ് സംഭവങ്ങളൊക്കെ കുറച്ച് ക്ലീഷേ സംഭവങ്ങളൊക്കെ എന്താ പറയാ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അവസാനാവുന്ന സമയത്ത്. പക്ഷെ എന്താ പെട്ടെന്ന് കഴിഞ്ഞൊരു ഫീൽ അല്ലേ, ആ ഒരു അടിയല്ലേ, ആ ഒരു കാരണം എന്ന് വെച്ചാല് മറ്റേ രീതിയിൽ കൊല്ലുന്ന ഒരു സംഭവം കാണിക്കുന്നില്ല. അങ്ങനെ കൊല്ലുന്ന സംഭവം കാണിക്കണ്ട, പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു കഴിഞ്ഞൊരു ക്ലൈമാക്സിൽ എനിക്ക് തോന്നി സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലൈമാക്സിന്റെ ആ ഒരു ഭാഗത്തോടെ അടുപ്പിച്ചിട്ടാണ് എന്താ പറയാ, നമ്മൾ പറയില്ലേ നമ്മൾ വേറെ എന്തൊക്കെയോ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ കുറച്ചൊരു പഠിപ്പുന്നങ്ങളൊക്കെ വെച്ചാലും വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ആ ഒരു ക്ലൈമാക്സ് ഒന്നും കൂടി കൊഴുപ്പിക്കായിരുന്നു എന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് എൻഡ് ആയി കഴിഞ്ഞ സമയത്ത് എവിടെ പോയി, അങ്ങനെ അവിടെ പോയി അല്ലെ, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ. കാരണം അങ്ങനെ കുറെ ആൾക്കാരെ ദ്രോഹിച്ചല്ലേ, അപ്പൊ അങ്ങനെ കൊല്ലണമെന്നോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ. എനിക്ക് തോന്നുന്നത് പറയാതിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കലായിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, രണ്ട് എന്താ പറയാ രാജ്യങ്ങൾ അതായത് തുടക്കത്തിലെന്ന് പറയുന്നത് ആ ടോപ്പിക്കിലായിരുന്നു ഫുള്ള്, അതായത് നമ്മളെ വല്ലാണ്ട് ആ ടോപ്പിക്കിലോട്ട് കൊണ്ടുപോയി. അതിനുശേഷം എന്തായി നമ്മൾ പറയില്ല, ആ ഒരു ക്ലൈമാക്സിനോട് അടുപ്പിച്ച സമയത്താണെങ്കിൽ ഏകദേശം ഫസ്റ്റ് പറഞ്ഞ സംഭവമാണ്, പക്ഷെ എൻഡിലോട്ട് അതൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ ഫസ്റ്റ് പറഞ്ഞേക്കണത് മറ്റേ ബൗദ്ധധർമ്മം വരുന്ന സമയത്ത് കൂടുതലും പറഞ്ഞേക്കണത് ഈ മെഡിസിൻസിന്റെയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ പറഞ്ഞത്. പിന്നീട് ആയോധന കലകളെ കുറിച്ച് പറയുന്നത്. എന്റെ ആയോധന കലേന്റെ സംഭവമാണ് ഈ നമ്മളെ ഈ ഒരു വൈറസിന്റെ സംഭവങ്ങളൊക്കെ കൂടുതൽ പറയുന്നത്. ആ സമയത്തല്ല ഈ ഒരു ഇത് വരുന്നത്. എന്റെ ആ ഒരു ടോപ്പിക്കിൽ പോയിട്ട് പിന്നെ എഗെയിൻ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക്കിലാണ് എൻഡ് ചെയ്തത്. എൻഡ് ചെയ്ത് മെഡിസിനിൽ തന്നെയാണ്. അതായത് നമ്മളെ വീട്ടിൽ തന്നെ കുറെ സംഭവങ്ങൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മറ്റേ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. അതായത് എന്താ പറയാ, അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഹേറ്റ്രേഡ് ഉളവാക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും. അതായത് ഒരു മൂവിയിലൂടെ അത് അങ്ങനെ ആക്കട്ടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവം ആ ടൈമിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ചിലപ്പോൾ ഇക്കാലത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നെയും ഉണ്ടായിരുന്നേനെ. പക്ഷെ അത് ആ ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു പൊളിറ്റിക്കൽ പരമായിട്ട് വരുമ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തത്. ശരിക്കും നമുക്ക് പറയാം, സീൻ ബൈ സീൻ എടുത്തു പോയി കഴിഞ്ഞാൽ ഗംഭീര സാധനങ്ങളാണെല്ലാം. പക്ഷെ നമ്മൾ പറയില്ലേ, ടോട്ടലി കണ്ടു കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ മിസ്സിംഗ്. അതെനിക്ക് അവസാനം അടിച്ച് അത്ര നേരം എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. അതായത് ആ ഒരു ഫൈറ്റും മറ്റേ അന്വേഷിച്ചു വരുന്നതും മറ്റേ അതൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പക്ഷെ എനിക്ക് ഞാൻ പറയില്ലേ, ഈ ക്ലൈമാക്സ് സീനിലാണ് എനിക്ക് ശരിക്കും ആ ഒരു ഭയങ്കര എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഫീൽ അടിച്ചത്, പ്രത്യേകിച്ച് എൻഡ് ചെയ്തത്. നേരെ അപ്പുറത്ത് കാണിച്ചത് ഒരു എന്താ പറയാ, നമ്മൾ ഒരു ഇന്റർവ്യൂ പോലെ. എനിക്ക് തോന്നുന്നു അതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവര് എന്താ പറയാ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് കാണിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോ സ്പീച്ച് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആളുകളൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയതായിട്ടോ, പിന്നെ അല്ലെങ്കിൽ നമ്മളെ മറ്റേ ഈ അസുഖങ്ങൾ ഇനി കുറഞ്ഞു വരുന്നതും ആ സംഭവങ്ങളൊക്കെ ഒന്നും കാണിച്ചിട്ടില്ല. ഫ്ലോപ്പ് ആയില്ല അവിടെ ആ ഒരു സംഭവം കാണിക്കാം, അല്ലെങ്കിൽ അടുത്ത വേറെ ആരെങ്കിലും വരുന്ന പോലെ കാണിക്കാം, സെക്കൻഡ് പാർട്ടിലോട്ട് അങ്ങനെ കാണിക്കാം ഇല്ലേ. പിന്നെന്ന് വെച്ചാൽ കാരണം അവിടെ ശ്രുതി ഹാസൻ ചെന്ന സമയത്ത് ആ സമയത്ത് അരവിന്ദിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും ആ ഒരു മോഡിൽ തന്നെയാണോ ഉള്ളത്. ആ ഒരു മോഡിൽ എങ്ങനെ പുറത്തിറങ്ങി അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താണ് എന്താ പറയാ, അങ്ങനെ എന്ത് ചെയ്തു അയാളവിടെ കാണിച്ചിട്ട് പിന്നെ കാണിക്കണില്ല. അങ്ങനെയുള്ള കുറച്ച് മിസ്സിംഗ് ആണ് എനിക്ക് തോന്നിയത്. അതും അവസാനത്തേക്ക് അത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ പറയാം മൂവി നമ്മളൊരു ഫുൾ മൂവി കണ്ടത് 2-2.5 മണിക്കൂറുള്ള ഒരു മൂവി നമ്മൾ കംപ്ലീറ്റ് കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഒബിയസ്ലി നിങ്ങൾ തിയേറ്ററിലേക്ക് പോയി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എൻഡിലാണ് നമ്മൾ ഇവൻ ഫസ്റ്റിലൊന്നും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എൻഡില് നമുക്ക് ആ ഒരു സംഭവം കിട്ടണം, ആ ഒരു ഗൂസ് ബംസ് സംഭവം. ഇത് പടം മൊത്തം നമ്മൾക്ക് ഫസ്റ്റ് മുതലേ കുറെ ഗൂസ് ബംസ് സംഭവം തന്നിട്ട് അവസാനത്തേക്ക് ഗൂസ് ബംസ് ഇല്ലാണ്ടായി പോയി. ആ ഒരു സംഭവല്ലേ. പക്ഷെ ഫൈറ്റ് വന്ന സമയത്ത് ഒരു രക്ഷയില്ല. അത് സംഭവമായിരുന്നു. അതായത് ആ ഒരു ഫൈറ്റ് കാണിച്ചതും ആ ഫൈറ്റിന്റെ ഇടയിൽ വരുന്ന ഒരു, അതായത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന സ്ഥലം അല്ല. പക്ഷെ ആ സീനിനെ കുറിച്ച് നമ്മൾ പറയാണ്ട് ടോട്ടൽ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല.
ഇല്ലല്ലോ. അതെ, ഇപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഇപ്പൊ ക്ലൈമാക്സ് സീൻ റിയാക്ട് ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയ സംഭവം ടോട്ടൽ സിനിമയെ കുറിച്ചാവും. പക്ഷെ ആ സീനിന്റെ ബ്യൂട്ടി അന്നേരം കുറഞ്ഞു പോരുത്, നമ്മള് പറയാൻ വിട്ടുപോരുത്. പക്ഷെ അതാണ് സംഭവം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തേക്ക് ആ സാധനം കിട്ടാത്തപ്പോ നമുക്ക് കിട്ടിയതൊക്കെ മറന്നു പോകുന്നുണ്ട്. അതാണ് പറ്റുന്നത്. ഇപ്പം ആ ഒരു ഇതൊക്കെ ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കാണുന്ന സമയത്താണെങ്കിലും. അതായത് ആ ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ സൂര്യന്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റും പെട്ടെന്ന്. കാരണം മറ്റേ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ ഫുൾ ടൈം ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരാളാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിലും സൂര്യണ്ണൻ ഈ പടത്തിന് വേണ്ടി നന്നായിട്ട് ബുദ്ധിമുട്ടിയുണ്ട് എന്ന് മനസ്സിലായി. നന്നായിട്ട് ബുദ്ധിമുട്ടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ പറഞ്ഞില്ലേ, ബോധിധർമ്മനായിട്ട് കാണിച്ച സമയത്തും അരവിന്ദ് ബോധിധർമ്മനായ സമയത്തും അരവിന്ദിന്റെ ക്യാരക്ടർ ഉള്ള സമയത്ത് ഈ 3 ക്യാരക്ടർ നമുക്ക് വേണമെങ്കിൽ പറയാം, 3 ഫോംസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ 3 ഫോംസിലും 3 രീതിയാണ് കേട്ടോ ആള് കാണാൻ വേണ്ടിയിട്ട്. 3ലും വേറെ വേറെ സംഭവം. ഞാനിത് വായിച്ചപ്പോ കേട്ടിട്ടുണ്ട് ശരിക്കും ഡബിൾ അല്ല ട്രിപ്പിൾ ക്യാരക്ടർ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ശ്രുതി ഹാസന്റെ ക്യാരക്ടർ ഇല്ല ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത്. അതായത് എനിക്ക് തോന്നുന്നു സൂര്യണ്ണൻ തന്നെയാണ് ശ്രുതി ഹാസന്റെ ആ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ളതും എന്താ പറയാ പ്ലാൻ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. പിന്നീടാണ് അത് മാറിയെന്ന് കേട്ടത്. അതായിരിക്കും പിന്നീട് എന്താ പറയാ, കാരണം ലേഡി ക്യാരക്ടറും കൂടി വേണമല്ലോ, എന്നാൽ മാത്രമല്ല കമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ചേർക്കാൻ സംഭവങ്ങൾ വരുള്ളൂ. എനിക്ക് തോന്നുന്നത് ഡയറക്ടർ ആദ്യം വിചാരിച്ചത് ഒരു പക്ക ഒരു സയൻസ് ഫിക്ഷൻ മാത്രമായിട്ട് എടുക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ ഒരു റൊമാൻറ്റിക് പാർട്ട് ഒഴിച്ചു നിർത്തിയാൽ. പിന്നീട് എനിക്ക് തോന്നുന്നു സിനിമ ചിലപ്പോൾ ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നുള്ള അറിയാൻ പറ്റും. പക്ഷേ ആ ഒരു രീതിയിൽ ചെയ്തിരുന്നെങ്കിലും ചിലപ്പോ അപ്പ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളെ ഗുരു മൂവി പോലെയൊക്കെ അതൊക്കെ ആയിപ്പോലെ. പിന്നെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ആ പടം കളക്ഷൻ ഒക്കെ നേടി, അറ്റ്ലീസ്റ്റ് ആ ഒരു ഇതുണ്ടായിരുന്നു, അതൊക്കെ നേടി. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഫസ്റ്റ് നമ്മൾ എന്താ പറയാ ഈ ഒരു ലേഡി ക്യാരക്ടറിനെ മാറ്റി നിർത്തിക്കൊണ്ട് 3 സൂര്യണ്ണന്റെ ക്യാരക്ടർ ആക്കി വെച്ച് ചിലപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു സയൻസ് ഫിക്ഷൻ സംഭവത്തിൽ തന്നെ കുറച്ചും കൂടെ നിന്ന്. പക്ഷെ അത് കുറച്ചും കൂടി സീരിയസ് പടായനെ, ഭയങ്കരമായിട്ട് സീരിയസ് പടായനെ. പിന്നെ അത് മാത്രല്ല, പക്ഷെ അവിടെ ചില ബോധിധർമ്മൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറച്ചുകൂടി കാണിക്കും. പക്ഷെ ഒരു സീരിയസ് മൂവിന്റെ അകത്ത് മറ്റേ എലമെന്റ്സ് ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ആ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ. ഇപ്പത്തെ കാലഘട്ടത്തിൽ എടുക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് 1.5 മണിക്കൂറിൽ ഒരു മൂവി ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ഇതിന്റെ അകത്ത് പാട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടാവുള്ളൂ. റൊമാൻസ് എല്ലാം കട്ട് ചെയ്യും. 1.5 മണിക്കൂറിൽ മൂവി ആവില്ലല്ലോ. കാരണം ആ സമയത്ത് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യും. ഞാൻ പറഞ്ഞ കുറച്ചും കൂടി സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യും. ഈ റൊമാൻറ്റിക് പാട്ടൊക്കെ കുറച്ചും കൂടി മാറ്റിക്കൊണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും റൊമാൻറ്റിക് ട്രാക്ക് ആയിരിക്കാൻ വരാൻ പോകുന്നത്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ വേറെ റൊമാൻറ്റിക് വന്ന് നീളം കൊടുത്തിട്ടുണ്ട്, എഗെയിൻ നീളം കൂടും. വേറെ റൊമാൻറ്റിക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോളിവുഡ് ടച്ച് ഇല്ലേ, കുറച്ചും കൂടി ഹോളിവുഡ് ടച്ച് നമ്മളിപ്പോ ഈ മാർവൽ മൂവീസിലായി കാണുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഓരോരോ അവരുണ്ടാക്കിയിരിക്കുന്ന കുറെ അധികം ആളുകളൊക്കെ മറ്റേലോട്ട് കൊണ്ടുപോകില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു സംഭവം കൂടെ ഇതിനകത്ത് ഇൻകൾക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ 2024 ഇരുന്ന് കാണുന്ന എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. സംഭവം എന്താ പറയുക, നമ്മൾ ഈ സിനിമ പറയുന്നത് ആ കാലഘട്ടത്തിൽ കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തമിഴ് ഓഡിയൻസിനെയാണ്. അതിന്റെ കൂടെ ബാക്കിയുള്ള ഇന്ത്യയിലുള്ള മറ്റുള്ള ഓഡിയൻസും. അതിന് പുറത്തോട്ടുള്ള ഒരു ഓഡിയൻസിലോട്ട് അവർ ചിലപ്പോൾ അന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. OTT പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല. അയ്യോ അങ്ങനെ വേണ്ട. അതായത് അവർക്ക് തന്നെ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ സംഭവം എന്താണെന്നറിയോ, അതായത് ഇവര് ആദ്യം പ്ലാൻ ചെയ്ത് എന്റെ ഒരു ഇതായിട്ടോ അതായത് അതായിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ തോന്നുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആദ്യം പ്ലാൻ ചെയ്തത് ഈ 3 സൂര്യണ്ണന്റെ ക്യാരക്ടർ വെച്ചിട്ടാണ്. അത് ലേഡി ക്യാരക്ടേഴ്സ് ഒന്നും അധികം ഇല്ലാണ്ട്. എന്നിട്ട് എന്താ പറയാ ഈ സയന്റിസ്റ്റും സൂര്യണ്ണൻ തന്നെ, ബോധിധർമ്മനും സൂര്യണ്ണൻ തന്നെ, പിന്നെ സർക്കസിലുള്ള ആളും സൂര്യണ്ണൻ തന്നെ, ഇവര് 3 പേരും ഇങ്ങനെ ആക്കിക്കൊണ്ട് ഇവരുടെ ഇടയിൽ എന്താ പറയാ അങ്ങനെയുള്ള റിയലൈസേഷനും സംഭവങ്ങളൊക്കെ വരുന്നതും പിന്നീട് ആ ഒരു ചൈനക്കാരൻ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ കുറച്ചും കൂടിയും സയൻസ് ഫിക്ഷൻ കുറച്ചും കൂടി അധികം വരും. അത് പക്കാ സയൻസ് ഫിക്ഷനാണ്. അതാകുമ്പോൾ ഒരു മൂവീനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചിലപ്പോ എന്താ പറയുക ഇഷ്ടപ്പെട്ടെന്നും വരും. അവസാനം ഈ ഒരു സംഭവം ചിലപ്പോ ഇങ്ങനെ എല്ലാവർക്കും പ്ലാൻ ചെയ്തത്. എനിക്ക് തോന്നുന്ന ഒരു തട്ടിക്കുട്ടിയ ഒരു സംഭവം പോലെ. പറയട്ടെ, ഈ മുന്നന്തി സോങ് ഒക്കെ ഇല്ലാണ്ട് ആ സമയത്ത് നീ ഈ സിനിമ കാണാൻ വേണ്ടി ഇല്ല. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. സംഭവം വെച്ചാൽ ഇപ്പൊ മുന്നന്തി ഇപ്പൊ നമ്മള് റിങ് പല റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് പലരും സോങ്സ് ഒന്നും റിയാക്ട് ചെയ്യാറില്ല. കുറെ ആൾക്കാർ എനിക്ക് തോന്നിയത് ഞാനൊരു കാര്യം പറയാം. 2011 ഏത് കാലഘട്ടത്തിലേക്ക് ഓർമ്മ സിനിമ ഓർമ്മയില്ല, 2015 11 അങ്ങനെ എന്തോ ആ ഒരു കാലഘട്ടത്തിലൊക്കെ കൂടുതലും സിനിമകൾ കാണാൻ പോകുന്നത് പ്രേക്ഷകർ എന്ന് പറയുന്നത് ആ സമയത്ത് ഡയറക്ടറൊക്കെ നോക്കുന്ന കുറവാണ്. എല്ലാരും നോക്കുന്നത് കൂടുതലും കൂടുതൽ ഇപ്പൊ ഒരു ത്രില്ലർ മൂവി ആയാൽ പോലും അതിൽ നല്ല പാട്ടുണ്ടെങ്കിലേ ചിലപ്പോ പോയി കണ്ടു നോക്കും ഇല്ലേ. പടം കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആയിരിക്കും അയ്യോ ആ പാട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ പാട്ട് കണ്ടാണ് ഞാൻ പടം കാണാൻ വന്നത്, പക്ഷെ പാട്ടിലുള്ള സാധനം അല്ല പടത്തിലുള്ളത്. ഒരു
ഞാൻ പറയാലോ ഒരു 60%, അതായത് നമ്മളുടെ പേരൻസിന്റെ കാലഘട്ടത്തിലുള്ള കുറെ ആളുകളൊക്കെ അങ്ങനെയാണ് നമ്മളെ പടം കാണിക്കാൻ കൊണ്ടുപോകാറുള്ളത്. ആ സമയത്ത് ഫാമിലി ഓഡിയൻസ് പോകണമെന്നുണ്ടെങ്കിലും അങ്ങനെ സാധനം വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 2024 ഇരിക്കുന്ന എനിക്ക് അങ്ങനെ തോന്നുന്ന ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? കാരണം ആ കാലഘട്ടത്തില് എന്റെ ഇതൊന്നും അല്ല, എന്റെ പെർസ്പെക്റ്റീവ് ആ സമയത്തും എന്താ പറയാ നീ പറഞ്ഞ പോലത്തെ പെർസ്പെക്റ്റീവ് ആണ്. അതായത് നല്ലൊരു സിനിമ കാണണമെന്നേ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാനും ആ സമയത്ത് ഡിസാറ്റിസ്ഫൈഡ് ആയ ചിലപ്പോൾ ഈ ഒരു പോർഷൻ തന്നെ ആയിരിക്കും. എനിക്ക് അത്ര ഉള്ളൂ. അതിന് മുന്നേ ഞാൻ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, 2 കമന്റ്സ് ഒക്കെ, അതായത് അങ്ങനെ. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും അങ്ങനെ തോന്നിയില്ല. എല്ലാം ഓക്കെ ആയിരുന്നു, ആ ട്രാക്ക് ഓക്കെ ആയിരുന്നു, ഫൈൻ ആയിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ഇപ്പൊ ഞാൻ ഈ കണ്ടില്ലേ, അതിനകത്ത് വലിയ പോയി സംഭവങ്ങളൊന്നും അല്ല പറയുന്നത്. നമ്മൾ അറിയില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ വന്നു. ആൻഡ് ആ സമയത്തും ഞാൻ മൂവിയുടെ റിവ്യൂ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഒരിക്കലും ഒരു പടത്തിനെ ഫുള്ളായിട്ട് കീറി മുറിക്കാറില്ല. ആ സമയത്ത് ഞാൻ പറയും സിനിമയിൽ 1-2 സാധനങ്ങൾ മിസ്സിംഗ് ഉണ്ട്, പക്ഷെ എന്നാലും ടോട്ടലി നല്ല സിനിമയാണ് അങ്ങനെ പറയും. ഇപ്പോഴത്തെ കാലത്തല്ലേ ഈ സിനിമേന്റെ ഒരു ചെറിയ 1-2 പോയാൽ തന്നെ ആ സമയത്ത് ഞാൻ പറയാറുണ്ട്, ആ സമയത്ത് ഞാൻ റിവ്യൂ പറയാറുണ്ട്, ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താ പറയാ, നമ്മള് ഒരു സിനിമേനെ എന്തിനൊക്കെ അതിനകത്ത് പോയ കാര്യങ്ങൾ നമ്മൾ പറയും, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപക്ഷെ ആ ഒരു സംഭവങ്ങളൊക്കെ ഈ മൂവിക്ക് എൻഡില് ഞാൻ പറഞ്ഞ ആ ഒരു ഗൂസ്ബം ഫീല് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് വാച്ചുള്ള ഒരു സംഭവം കൂടിയായിരുന്നു ഈ മൂവി. അതായത് ചിലപ്പം ഈ കാലഘട്ടത്തിൽ ഒന്നും കൂടി ഡിസ്കഷൻ കൂടുതൽ വന്നേനെ അല്ലെ. കാരണം വെച്ചാൽ ആ സമയത്ത് ഇപ്പൊ ചിലപ്പോൾ എല്ലാരും കണ്ടില്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ ഡിസ്കഷൻ വന്നേനെ. പക്ഷെ ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു ഫ്ലോപ്പ് മൂവി ആയേനെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡയറക്ടറിന്റെ കയ്യിലുള്ള ആ ഒരു ബ്രില്യൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് സംഭവം എന്താ പറയാ ഫ്ലോപ്പ് ആവാതിരുന്നത്. എല്ലാം നമ്മൾ അറിയില്ലേ, എനിക്ക് എങ്ങനെയൊക്കെയോ കര പിടിച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. റിലീസ് ഉണ്ടായത് വേറെ സിനിമകൾ ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ഉള്ളപ്പം കമേഴ്ഷ്യൽ എലമെന്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ആ കാലഘട്ടത്തിൽ പൊട്ടും, ഷുവറാണ്. അപ്പം ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും എയർ ബ്രദേഴ്സും മനസ്സിൽ കണ്ടത്. എല്ലാം സാധനങ്ങളും ഇടാം അതിന്റെ കൂട്ടത്തില് മറ്റേത്. പക്ഷെ കാരണം എന്താ അറിയോ, ഈ ഒരു പോർഷനിലാണ് ഞാൻ പറഞ്ഞത്, ഗജനി കണ്ടിട്ട് ഈ ഒരു സിനിമ കാണുമ്പോൾ എയർ ബ്രദേഴ്സ് സൂര്യണ്ണന്റെ കോംബോയില് വന്നിട്ട് ആ ഒരു സിനിമ കാണില്ലേ, എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട് ഹൈ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് 2.5 മണിക്കൂർ ഒന്നിച്ച് കാണുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. ചെറുതായിട്ട് തോന്നും അയ്യോ ഇവിടെ ഒരു മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത്. എന്തായാലും നമ്മുടെ അഭിപ്രായം പറഞ്ഞതേ കാരണം ഡിസ്കഷൻ എന്നുള്ളത് തീരില്ല, അത് വേറെ സംഭവം. അപ്പൊ എന്തായാലും സംഭവം മൂവി നോക്കുകയാണ് നമ്മൾ പറയില്ലേ, മൂവി എന്ന് വെച്ചാൽ ഫുള്ളി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇല്ല. ആ എൻഡിൽ പോർഷനിലാണ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഡിസാറ്റിസ്ഫൈ ചെയ്തത്. പക്ഷെ അതിന് മുന്നേറുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമായിരുന്നു. എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ പെർഫോമൻസ് ആണ്. അതിൽ നമ്മുടെ സൂര്യണ്ണനായാലും ഡോംഗ്ലി ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ പേര് ഫുള്ള് പേര് പറയാൻ പറ്റില്ല, പിന്നെ ശ്രുതി ഹസൻ, ഇവരൊക്കെ ആ ഒരു അല്ലെ ലീഡ് ചെയ്ത എല്ലാം നല്ല ക്യൂട്ടാണ്. അതായത് നമ്മൾ പറയില്ലേ ലീഡിലുള്ള എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർ ബ്രദേഴ്സിന്റെ കുറെ നല്ല രീതിയിലുള്ള ഡയറക്ടർ ബ്രില്യൻ സാധനങ്ങൾ ഉണ്ടെന്നാലും ചില സ്ഥലത്തൊക്കെ പോവുകയും ചെയ്തു. പിന്നെ ആ കാലഘട്ടത്തിലെ VFX ക്യാരക്ടേഴ്സും കുറവല്ലേ മൂവിയിൽ, അതുകൊണ്ടാണ് 1000 ആളുകളെ കൊണ്ടുവന്നിറങ്ങി കുറച്ചുകൂടി കളറാട്ടെ എന്ന് വിചാരിച്ച്. ശരിക്കും അത്രേ ഉള്ളൂ, ക്യാരക്ടേഴ്സ് അത്രേ ഉള്ളൂ, അവരെ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തില്. പീറ്റർ ഹെയ്നൊക്കെയാണ് ചെയ്തത്, പക്ഷെ വിക്കിപീഡിയയിൽ എവിടെയും പീറ്റർ ഹെയ്ന്റെ പേരില്ല എന്നുള്ളതാണ്. എനിക്ക് പുള്ളിക്കാരൻ നമ്മുടെ പുലിമുരുകനിലൂടെയാണോ ഫേമസ് ആയത്. കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ 7ാം അറിവില് പീറ്റർ ഹെയ്ന്റെ പേര് അങ്ങനെ സംഭവങ്ങളൊന്നും കേട്ടതോ അങ്ങനെയൊന്നും ആയിട്ടൊന്നും എനിക്കറിയാൻ പാടില്ലാത്തോണ്ടായിരിക്കും. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ പുലിമുരുക വന്നോടെയാണ് പുള്ളിക്കാരന്റെ പേരൊക്കെ. പിന്നെ അതിനുശേഷമാണ് ഫൈറ്റ് കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ എന്താ പറയാ. അതായത് അതിന് മുന്നേ നമ്മള് ബാഹുബലിയിലൊക്കെ കേട്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പുലിമുരുകനിലൂടെയാണ് മറ്റേ എന്തോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെയാണ് അദ്ദേഹത്തിന് കൂടുതൽ അറിയപ്പെട്ടത്. പിന്നെ എടുത്തു പറയേണ്ട നമ്മളെ ഹാരിസ് ജയരാജ് തന്നെയാണ്. കാരണം ആ ഒരു പ്രത്യേകിച്ച് ബോധിധർമ്മന്റെ അല്ലെ, അതായത് ബോധിധർമ്മന്റെ ട്രാൻസ്ഫോർമേഷൻ ഇല്ലേ, ട്രാൻസ്ഫോം ആവുന്ന രീതിയിലൊന്നും കാണിക്കുന്നില്ല, പക്ഷെ അതായിന്ന് നമ്മളെ കാണിക്കുന്ന ഒരു ബീജം ഉണ്ട് അല്ലെ. ആ ഒരു പി വിളിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു അത് ഒരു രക്ഷയില്ല. അവിടെ അധികം മറ്റേത് കുറെ അങ്ങോട്ട് കിട്ടിയില്ല നമ്മളറിയില്ല. ആ ഒരു ക്യാരക്ടറിന് അത്രയും ആ ഒരു ക്ലാസിക് രീതിയില് ഇല്ലേ, ഒരു ഭയങ്കര രസമാണ്. എന്തൊരു രസം മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളെ വില്ലന് കൊടുത്ത ബീജം ഒരു സാധനമില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ പാട്ടുകൾ പിന്നെ എല്ലാം അടിപൊളി പാട്ടാണ്. അതായത് പ്ലേലിസ്റ്റ് ഒരു രക്ഷയില്ലാത്ത സോങ്സ്, നല്ല സോങ്സ്. അതായത് നമ്മളല്ലേ എനിക്ക് കേട്ടിരിക്കാൻ തോന്നുന്നു റിപ്പീറ്റ് സംഭവമുള്ള സോങ്സ് ആണ്. അപ്പൊ എന്തായാലും നമ്മള് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് 7ാം അറിവ്. എന്നാലും സജഷൻ തന്നവർക്കൊക്കെ നന്ദി. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇവിടെ ഒരു പക്ഷെ മിസ്സാവേണ്ട ഒരു പടം തന്നെയാണ്. പ്രത്യേകിച്ച് സൂര്യണ്ണന്റെ പടം എന്ന് പറയുന്നത് നമ്മൾക്ക് ചങ്ക് സ്റ്റോക്ക് ചാനൽ വളരെ കുറവായിരുന്നു സജഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിനകത്ത് വന്ന സമയത്ത് സ്റ്റിൽ നമുക്ക് കുറച്ചുകൂടി സപ്പോർട്ട് ഉണ്ട്. ഏറ്റവും വലിയൊരു കോമഡി എന്താ പറയുക, നമുക്ക് സജഷൻസ് കുറവാണ് വരുന്നുണ്ടെങ്കിലും ചങ്ക് സ്റ്റോക്കിൽ നമുക്ക് ആ സമയത്ത്, അതായത് നമ്മൾ ചാനലൊക്കെ തുടങ്ങി ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ
കേറിയൊരു വീഡിയോ എന്ന് പറയുന്നത് വിക്രത്തിലെ റോളക്സിന്റെ എൻട്രി ആണ്. അതായിരുന്നു നമുക്ക് ഏറ്റവും വലിയ റീച്ച് കിട്ടിയ ആദ്യത്തെ റീച്ച്. സൂര്യണ്ണന്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ചെറുതല്ല, അത് ജഗ്സോക്കിലാണെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും. അപ്പൊ എന്തായാലും അടുത്തൊരു നല്ലൊരു മൂവി ആയിട്ട് നമ്മൾ വരുന്നതാണ്.